أعوذ بالله الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും പഠിക്കുന്നതും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അർബഈന നവവിയ്യയുടെ 11ാമത്തെ ഹദീസാണ് ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. عن أبي محمد الحسن بن علي بن أبي طالب سبط رسول الله صلى الله عليه وسلم وريحانته رضي الله عنه قال حفظت من رسول الله صلى الله عليه وسلم അബൂ മുഹമ്മദ് അൽ ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു. ഇവിടെ സിബിത്തു റസൂലുള്ളാഹി തങ്ങളുടെ പേരമകൻ വറൈഹാനതിഹി, അവിടുത്തെ തിരുനബിയുടെ റൈഹാൻ എന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കുറിച്ച് പറഞ്ഞതായി കാണാം. ഹുമാ റൈഹാനത്തായ മിനദ്ദുന്യ, അവർ രണ്ടുപേരും ഇഹലോകത്ത് എന്റെ റൈഹാൻ പുഷ്പങ്ങളാണ്. ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള റൈഹാൻ പുഷ്പങ്ങളാണ്. റൈഹാൻ പുഷ്പത്തെ കാണുന്നതും അത് ആസ്വദിക്കുന്നതും അതിനെ വാസനിക്കുന്നതും സന്തോഷമുളവാക്കുന്നത് പോലെ ഈ രണ്ട് പൗത്രന്മാരെ കാണുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെയധികം സന്തോഷവും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹവും ഉള്ളതുകൊണ്ട് നബി തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ വിശേഷിപ്പിച്ചത് ഹുമാ റൈഹാനത്തായ മിനദ്ദുന്യ, ദുനിയാവിൽ നിന്നുള്ള എന്റെ രണ്ട് റൈഹാനുകളാണ്. മിനൽ ജന്ന, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് സ്വർഗത്തിൽ നിന്നുള്ള എന്റെ രണ്ട് റൈഹാനുകളാണ്. ഇനി ഈ റൈഹാനത്ത് എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പൗത്രന്മാർക്ക് മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകുന്ന ഏത് റിസ്ഖിനെ കുറിച്ചും റൈഹാൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ആ ദാനം, റിസ്ഖ്, അതിൽപ്പെട്ട ഒന്നാണ് മക്കൾ. അപ്പൊ മക്കളെ കുറിച്ച്
7 വയസ്സ് വരെ അറബി ഭാഷാ പ്രയോഗമനുസരിച്ച് റൈഹാനത്ത് എന്ന് പറയാറുണ്ട്. 7 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത 7 വയസ്സ് വരെ വസീർ എന്ന് പ്രയോഗിക്കാറുണ്ട്. അവിടെ മുതൽ ഇമ്മ സ്വദീഖുൻ ഹമീമുൻ വ ഇമ്മ അദുവ്വുൻ മുബീൻ, ഒന്നുകിൽ ഒരാത്മാർത്ഥ സ്വദീഖ് സുഹൃത്ത്, അതല്ലെങ്കിൽ വ്യക്തമായ ശത്രു. 14 വയസ്സിന് ശേഷം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വദീഖുൻ ഹമീം അല്ലെങ്കിൽ അദുവ്വുൻ മുബീൻ എന്നാണ് അറബിയിൽ പ്രയോഗിക്കാറുള്ളത്. അപ്പൊ റൈഹാനത്ത്, വസീർ, അത് കഴിഞ്ഞാൽ സ്വദീഖുൻ ഹമീം, അദുവ്വുൻ മുബീൻ. ഈ അർത്ഥത്തിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റൈഹാനത്ത് എന്ന് വിശേഷിപ്പിക്കാം. അന്യരായ ഹസൻ റളിയല്ലാഹു അൻഹു ഹിജറ 3-ാം വർഷം മദീനയിലാണ് ജനിച്ചത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കാൾ 1 വയസ്സിന് മൂത്തതാണ്, മൂത്ത സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിച്ച ഉടനെ ഹസൻ റളിയല്ലാഹുവിന്റെ ചെവിയിൽ, ഹസൻ റളിയല്ലാഹുവിനെ പ്രസവിക്കപ്പെട്ട ഉടനെ ബാങ്ക് കൊടുത്തു. അതോടൊപ്പം നബി തന്നെ നേരിട്ട് ഒരു പ്രത്യേക സ്ഥാനപ്പേര് അവരെ വിളിച്ചു, അത്തഖീ, അസ്സയ്യിദ് എന്ന് പ്രത്യേകമായ സ്ഥാനപ്പേര് വിളിച്ചതായി ചരിത്രത്തിൽ കാണാം. അബു മുഹമ്മദ് എന്നാണ് അവരുടെ കുഞ്ഞത്ത് പേര്, കുഞ്ഞത്തലം. മകനിലേക്ക് ചേർത്തിയുള്ള പേര് അബു മുഹമ്മദ്. എന്ന പേരുമില്ല, ഹുസൈൻ എന്ന പേരുമില്ല. തോളിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. അല്ലാഹുവേ, ഞാൻ ഹസന് പ്രിയം വെക്കുന്നു, മഹബത്ത് വെക്കുന്നു. ഫഅഹിബ്ബഹു, നീയും അതുപോലെ അല്ലാഹുവേ നീയും ഈ ഹസൻ എന്ന കുട്ടിയെ നീ മഹബത്ത് വെക്ക് എന്ന് പറഞ്ഞതായി. മൻ അഹബ്ബനി ഫൽയുഹിബ്ബഹു, എന്നെ ഒരാൾ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഇഷ്ടപ്പെടട്ടെ. വൽ യുഅലിമു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് ഈ വിഷയം എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു, അല്ലാഹുവേ ഞാൻ ഹസന് പ്രിയം വെക്കുന്നു. ഉഹിബ്ബു മൻ യുഹിബ്ബുഹു, അവരെ പ്രിയം വെക്കുന്നവരെയും ഞാൻ പ്രിയം വെക്കുന്നു. ഫഅഹിബ്ബ മൻ യുഹിബ്ബുഹു, ആരൊക്കെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രിയം വെക്കുന്നുണ്ടോ അവരൊക്കെ നീ പ്രിയം വെക്കണമേ എന്ന് 3 തവണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതായി ഹദീസിൽ കാണാം. ഒരിക്കൽ സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ
കൂടെ അലി റളിയല്ലാഹു അൻഹു നടക്കുന്നുണ്ട്. ഈ രണ്ട് സഹാബികളും കൂടി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ അങ്ങ് നടന്നു പോകുക. സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പെരടിയിൽ ചുമക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബി അബി ശബീഹും ബിൻ നബി ലൈസ ശബീഹം ബി അലി. നബിയോടാണ് ഈ കുട്ടി സാദൃശ്യമായിട്ടുള്ളത്, അലിയോടല്ല എന്ന് സന്തോഷത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഉദാരശീലനായിരുന്നു. ഒരിക്കൽ മഹാനവർകൾ ഒരാളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എനിക്കൊരു 10,000 നൽകണമേ, 10,000 എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുന്നത്. കുറച്ചങ്ങ് പോയി ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ കൈവശമുണ്ടായിരുന്ന 10,000 ദിർഹം ഇദ്ദേഹത്തിന് കൊടുത്തയക്കുകയാണ്. കാരണം ഒരാളങ്ങനെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിഷമം കൊണ്ടാണ്. അത് തീർത്തു കൊടുക്കുക തന്നെ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ മഹാന്മാരായ സഹാബത്തിന്റെയും അഹ്ലു ബൈത്തിന്റെയും ചരിത്രങ്ങൾ മാത്രം പറയുന്ന സിഫത്തുസ് സഫ്വ എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു കിഴവിയുടെ അരികിലൂടെ. ആ കിഴവി ഇവരോടുള്ള സന്തോഷം കൊണ്ട്, ആദരവ് കൊണ്ട് സൽക്കരിച്ചു. രണ്ടുപേർക്കും കൂടി ഒരാടിനറുത്ത് നന്നായി സൽക്കരിച്ചു. ഇത് ആ കിഴവിയുടെ ഭർത്താവിനെ ചൊടിപ്പിച്ചു. ഭർത്താവ് ദേഷ്യം പിടിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ വൃദ്ധയായ ഉമ്മയിലേക്ക് അൽഫ ഷാത്തിൻ വ അൽഫ ദീനാരി, 1000 ആടും 1000 ദീനാറും കൊടുത്തയച്ചു. അറുത്തത് ഒരാടിനെയാണ്. പക്ഷെ 1000 ആടുകളെയും 1000 ദീനാറും കൊടുത്തയച്ചപ്പോൾ അത് ഹസൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹും കൊടുത്തയച്ചു. ഭർത്താവിന് സന്തോഷമായി. ദാനം ചെയ്യുന്ന വിഷയത്തിൽ, ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു മടിയും കാണിക്കാത്തവരായിരുന്നു അവർ. ഒരുപാട് സംഭവങ്ങളുണ്ട്. വിനയാന്വിതരാണ്. പാവങ്ങളുടെ കൂടെ ഏത് സദസ്സിലും ഇരിക്കാൻ ലജ്ജ കാണിക്കാത്തവരാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു. അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കാനും ലജ്ജയില്ല, മടിയില്ല. ഇത്രയും വലിയ ആളല്ലേ, ഞാനെങ്ങനെ അവരുടെ കൂടെ ഇരിക്കുക? അങ്ങനെയൊന്നുമില്ല. ഒരു കൂട്ടം കുട്ടികൾ
ഹുബുസിന്റെ കഷ്ണങ്ങളുമായി അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നുണ്ട്. വിളിച്ചു അദ്ദേഹത്തെ. അദ്ദേഹം അവരുടെ കൂടെ പോയി ഇരുന്ന് നന്നായി ഭക്ഷണം കഴിച്ചു. ശാലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട്. അതുപോലെ വഴിയരികിലിരുന്ന് ദരിദ്രരായ കുറെ ആളുകൾ, യാചകർ, അവരിങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ഇദ്ദേഹം തന്റെ കുതിരപ്പുറത്താണ്. ഈ യാചകരെ കണ്ടപ്പോൾ ആ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി അവരോട് സലാം പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, വരി യബ്ന റസൂൽ, റസൂലുള്ളാഹിന്റെ മോനല്ലേ, ഹലുമ്മ ഇലൽ ഗിദാ യബ്ന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൽക്കരിക്കുകയാണ്, ഇങ്ങോട്ട് വരി, ഭക്ഷണം കഴിക്കുക. മഹാനവർകൾ നഅം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ എന്ന് പറഞ്ഞ് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി. അള്ളാഹു അഹങ്കാരികളെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി അവരുടെ കൂടെ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവരോട് സലാം പറഞ്ഞ് തിരിച്ച് യാത്ര പോവുകയാണ്. പോകുമ്പോ പറഞ്ഞു, ഖദ് അജബ്തുക്കും ഫഅജീബൂനി, നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴാണോ നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ നിങ്ങളും വരണം, മറക്കരുത്. അതെ, വിളിച്ചോളൂ, എപ്പോഴാ വരാം. അങ്ങനെ ഒരു ടൈം വെച്ചു, സമയം വെച്ചു. ആ സമയത്ത് അദ്ദേഹം നല്ല സദ്യ ഒരുക്കി, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. അവരൊക്കെ വിളിച്ച് അവരുടെ കൂടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. അതെന്താ, ഉമ്മാന്റെ കൂടെ ഒരിക്കലും നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, എന്താ കാര്യം? അത്ഭുതം തന്നെയാണ്. കൂടുള്ളവർ ചോദിച്ചു, എന്താണ് തങ്ങളെ നിങ്ങൾ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നത്? കാലം അത്രയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. മഹാനവറുകൾ പറയുന്നു, അഖ്ശ അൻ യഖഅ ബസറുക അലാ ഷൈഇൻ. ഉമ്മയോടാണ് പറയുന്നത്. ഉമ്മയാണ് ചോദിച്ചത്, എന്താ മോനെ നിന്റെ കൂടെ ഒന്നും ഇരുന്ന് കഴിക്കാത്തതെന്ന്. അപ്പൊ ഉമ്മയോട് പറയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, അഖ്ശ അൻ യഖഅ ബസറുകി അലാ ഷൈഇൻ വഅസ്ബിഖുകി ഇലൈഹി വലാ അഷ്അർ. എന്റെ ഉമ്മ ഏതെങ്കിലും ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക് ഉമ്മാന്റെ കണ്ണ് ചെല്ലുകയും ഉമ്മ അതെടുക്കാൻ വേണ്ടി വിചാരിക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുമ്പ് ഞാൻ ആ ഭക്ഷണം എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഞാൻ അറിയാതെ എടുത്തു പോയാൽ ഉമ്മാക്ക് ആ ഭക്ഷണത്തിനോട് ആഗ്രഹമുണ്ട്. എന്നിരിക്കെ ഉമ്മാനെ ശ്രദ്ധിക്കാതെ, ഞാൻ അറിയാതെ ഉമ്മാക്ക് ആഗ്രഹമുണ്ടെന്ന് പോലും അറിയാതെ ഉമ്മയേക്കാൾ മുമ്പ് ഞാൻ ആ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ ഫഅകൂന അഖല്ലകി, ഉമ്മ നിങ്ങളോട് ഞാൻ നിരസിച്ചവനാവൂലേ, മാതാപിതാക്കളെ നിന്ദിച്ച ഗണത്തിൽ ഞാൻ പെടൂല ഉമ്മ. ആ ഒരു പേടി കൊണ്ടാണ് നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഉമ്മ പറഞ്ഞു, കുൽ മഈ, എന്റെ മോനെ, അൻത ഫീ ഹില്ലിൻ മിൻ ദാലിക്, നിനക്കത് ഹലാലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഉമ്മയെ അനുസരിച്ചുകൊണ്ട് ഉമ്മാന്റെ കൂടെ, ഫാത്തിമ ബീവിയുടെ കൂടെ മഹാനവറുകൾ
ഭക്ഷണം കഴിക്കാനിരുന്നത്. മാതാപിതാക്കളുടെ അവർക്ക് ഗുണം ചെയ്യുന്നതിന്റെ മഹത്വം വിശദീകരിച്ച ഭാഗത്ത് അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനവർകൾ മദീനയിലായിരിക്കെ 25 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരു വാഹനം ഹജ്ജിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. മഹാനവർകൾ അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയോ? ഇന്നീല അസ്തഹീ മിർ റബ്ബി അൻ അൽഖാഹു വലം അംശി ഇലാ ബൈതിഹി. അല്ലാഹുവിന്റെ ഭവനം, ആ ഭവനത്തിൽ അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലുന്നത് ഞാൻ നടക്കാത്ത രൂപത്തിൽ വാഹനം കയറിക്കൊണ്ട് ഞാൻ പോകുന്നത് ഞാൻ ലജ്ജിക്കുകയാണ്. 25 പ്രാവശ്യവും മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇന്നത്തെ ദൂരമനുസരിച്ച് ഏകദേശം 430-ലധികം കിലോമീറ്ററുകൾ മഹാനവർകൾ നടന്നാണ് ഹജ്ജിന് പോയിരുന്നത്. ഒരു വർഷം മാത്രമല്ല, 25 തവണ. അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കുമാറാവട്ടെ. മഹാനവറുകൾ തൊട്ട് ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ചില വചനങ്ങളുണ്ട്. ശരീരം കൊണ്ട് ദുനിയാവിലാണെങ്കിലും നിന്റെ ഖൽബ് കൊണ്ട് നീ പരലോകത്തായിരിക്കണം. ശരീരം ഇവിടെ ദുനിയാവിലാണെങ്കിലും നിന്റെ മനസ്സെപ്പോഴും പരലോകത്തായിരിക്കണം, പരലോക ചിന്തയിലായിരിക്കണം എന്ന ചില വാക്യങ്ങളൊക്കെ മഹാനവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ കാണാം. ഉസ്ദുൽ ഗാബ, അതുപോലെ അൽ ഇസാബ പോലെയുള്ള സഹാബത്തിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ കറാമത്ത് വിശദീകരിച്ചതായി കാണാം. അന്ന ശഖ്സൻ തഗവ്വത, ഒരാൾ, ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ മുകളിൽ കാഷ്ടിച്ചു വെച്ചു. ഫജുന്ന, അങ്ങനെ അയാൾക്ക് ഭ്രാന്ത് അനുഭവപ്പെട്ടു. പിന്നെ അദ്ദേഹം ഭ്രാന്തനായി, ആ മനുഷ്യൻ ഭ്രാന്തനായി. ഭ്രാന്തനായി എന്ന് മാത്രമല്ല, നായ്ക്കൾ, പട്ടികൾ ഓരിയിടുന്നത് പോലെ ഈ മനുഷ്യൻ സദാസമയത്തും ഓരിയിട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു നായയുടെ സ്വഭാവമാണ്. നായ്ക്ക് എവിടെയാണ് കാഷ്ടിക്കേണ്ടത്, വിസർജിക്കേണ്ടത് എന്നറിയില്ലല്ലോ. ആ ഒരു സ്വഭാവം ഈ മനുഷ്യൻ കാണിച്ചത് കൊണ്ട് അയാള് നായ ഓരിയിടുന്നത് പോലെ സദാസമയത്തും ഓരിയിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. അയാളുടെ ഖബറിൽ നിന്നും, ഈ ഭ്രാന്തനായ ആ വ്യക്തിയുടെ ഖബറിൽ നിന്നും പിന്നെയും കേൾക്കുന്നത് ഇതുപോലെയുള്ള ഓരിയിടുന്ന നായ ഓരിയിടുന്നതായ ശബ്ദമാണെന്ന് അൽ ഇസാബയിൽ രേഖപ്പെടുത്തുന്നു. മഹാന്മാരെ അവഗണിച്ചാൽ, അവരെ ഖബറിനെ പോലും അനാദരിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിക്തഫലം ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കുമെന്നുള്ള വലിയ പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്ക് ഹദീസിലേക്ക് കടക്കാം. ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ മനപ്പാടമാക്കി, ഹിഫ്ലാക്കി. ദ മാ യരീബുക് ഇലാ മാ ലാ യരീബുക്. ദ,
നീ ഒഴിവാക്കുക. മാ ലാ യരീബുക്, യരീബുക് എന്ന് പറഞ്ഞാലും യുരീബുക ബി ഫതഹി അവ്വലിഹി വ ലമ്മിഹി. അപ്പൊ യുരീബു എന്നും വായിക്കാം, യരീബു എന്നും വായിക്കാം. നിന്നെ സംശയിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നീ വെടിയുക. ഇലാ മാലാ യരീബുക, നിന്നെ സംശയിപ്പിക്കാത്ത, നിനക്ക് ഉറപ്പുള്ള കാര്യത്തിലേക്ക് നീ പോവുക. ഇത് പറ്റുമോ? പറ്റൂലേ? സംശയമുണ്ടോ? അത് ഒഴിവാക്കിയിട്ട് ഉറപ്പുള്ളത് നീ പിടിക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഹലാലാണോ ഹറാമാണോ സംശയമുണ്ടോ? സംശയമുള്ളത് ഒഴിവാക്കുക, ഹലാലാണെന്ന് ഉറക്കുക. നല്ലതാണോ ചീത്തയാണോ? നല്ലതാണെന്ന് ഉറപ്പുള്ളത് എടുക്കുക, ചീത്ത ഒഴിവാക്കുക. ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. ഈ അംറ് സുന്നത്തിന്റെ അംറാണ്. അങ്ങനെ ഒഴിവാക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിലായിട്ടാണ് മഹാന്മാർ വ്യാഖ്യാനിച്ചത്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റമദാനിൽ അത്താഴ സമയത്ത് ഫജ്ർ വെളിവായിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് സംശയം. എങ്കിൽ അവൻ അത്താഴം കഴിക്കാം. കാരണം രാത്രി വീണ്ടും നിലനിൽക്കൽ തന്നെയാണ് അസ്ല്. പക്ഷേ അത്താഴം കഴിക്കൽ ജായിസാണ്. അവിടെ അഫ്ളലോ അത്താഴം കഴിക്കാതിരിക്കലാണ്. കാരണം അഥവാ ഫജ്ർ വെളിവായിട്ടുണ്ടെങ്കിലോ എന്ന ആ സൂക്ഷ്മത പരിഗണിച്ചിട്ട് മാറ്റിവെക്കലാണ്. അത്താഴം ഒഴിവാക്കലാണ് നല്ലത്. അല്ലാഹു സുബ്ഹാനഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് വഹി അറിയിച്ചു. എന്താണ് വഹിയിൽ ഉണ്ടായിരുന്നത്? ഖുൽ ലി ബനി ഇസ്രായീൽ, ഓ തങ്ങളെ നിങ്ങൾ ബനു ഇസ്രായേലിയരോട് പറയുക, ഞാൻ നിങ്ങളുടെ നിസ്കാരവും നോമ്പും ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ എവിടേക്കാ നോക്കുന്നത്? ഞാൻ നോക്കുന്നത് ഒരാൾ ഒരു കാര്യത്തിൽ സംശയിച്ചു, ശേഷം എന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യം മാറ്റി നിർത്തിയാൽ, ഇത് അള്ളാഹു പറഞ്ഞതാണല്ലോ ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ സൂക്ഷ്മത അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഒരാൾ എന്റെ പ്രീതിക്ക് വേണ്ടി സംശയമുള്ള ഒരു കാര്യത്തെ മാറ്റിവെച്ചാൽ, ദാലിക്കല്ലദീ ഉഅയ്യിദുഹു ബിനസ്രി, അവന് എന്റെ പ്രത്യേകമായ സഹായം, മദദ് കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. വ ഉബാഹി ബിഹി മലായികതി, എന്റെ മലക്കുകളോട് ഞാൻ അവനെ കുറിച്ച് പ്രത്യേകമായി പ്രൗഢി പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സൂക്ഷ്മത, ആ സൂക്ഷ്മത ഉറപ്പ് ലഭിക്കുക എന്നുള്ളതാണ്. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ നിയമങ്ങളിൽ ഒന്നാണ്. ശുബ്ഹകൾ, ഹറാമും ഹലാലും കൂടിക്കലർന്ന, അതിനാണ് ശുബ്ഹ എന്ന് പറയുന്നത്. ശുബ്ഹകൾ ഒഴിവാക്കുക. ഇതിൽ ഹറാമ് വരാൻ സാധ്യത ഉണ്ട് എന്ന നിലക്ക് അവകൾ മാറ്റി നിർത്തുക. സംശയമുണ്ടോ? ഒഴിവാക്കുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു റഈസു സാഹിദീൻ എന്നാണ് മഹാനാറുകളെ സൂഫി ലോകം പരിചയപ്പെടുത്തുന്നത്. സാഹിദീങ്ങളുടെ നേതാവ്.
ദുന്യവിയായ പരിത്യാഗം ചെയ്യുന്ന മഹാന്മാരുടെ നേതാവ് എന്ന ആ പേരിൽ പ്രസിദ്ധമായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ആരോ ചോദിച്ചു, നിങ്ങൾ എന്താ സംസം വെള്ളം കുടിക്കുന്നില്ലല്ലോ, സംസം വെള്ളം എന്തേ കുടിക്കാത്തത്? മഹാനവറുകൾ പറഞ്ഞു, ലൗകാന ലീ ദൽവുൻ ലശരിബ്തു, എനിക്ക് വെള്ളം മുക്കാൻ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സംസം കുടിക്കുമായിരുന്നു. അദ്ദേഹം ഇശാറത്ത് ചെയ്തത് അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന ആ ബക്കറ്റ്, സംസം കോരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായ ആ ബക്കറ്റ്, അത് ഭരണാധികാരിയുടെ സമ്പത്തിൽ നിന്നായിരുന്നു, അന്നത്തെ ഭരണാധികാരിയുടെ മാലിൽ നിന്നായിരുന്നു. അതാണെങ്കിലോ ശുബ്ഹ ഉള്ളതാണ് താനും. അതുകൊണ്ട് ഹലാലാണോ ഹറാമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു ബക്കറ്റ് കൊണ്ട് കോരിയതായ സംസം വെള്ളം പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുടിക്കാതെ മാറ്റി നിർത്തിയവരാണ് റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവർകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയ, ഹറാമ് വരുമോ എന്ന് പേടിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ മാറ്റി നിർത്തിയതായ പല സംഭവങ്ങളും കാണാം. ഇന്ന തനാവുല ശുബ്ഹാത്തി യുഅ്മി ഖുലൂബൽ മുഅ്മിനീൻ, ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്ത ശുബ്ഹകൾ ജീവിതത്തിൽ ഉപയോഗിച്ച് പതിവാക്കിയാൽ അത് സത്യവിശ്വാസികളുടെ ഹൃദയം അന്ധമാക്കും, കാഴ്ചയില്ലാതെയാക്കും, ഹൃദയം കാഴ്ചയില്ലാതെയാക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. അപ്പൊ ശുബ്ഹകൾ, ഹലാലും ഹറാമും ഉറപ്പില്ലാത്ത അവകൾ ഉപയോഗിച്ച് ശീലിച്ചാൽ ഹൃദയം ചത്തുപോകും. എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? വയൻഷഉ മിൻഹു അഅ്മാലും മദ്മൂമത്തുൻ തുഖാലിഫു അഅ്മാലസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങളോട് എതിരായ മോശപ്പെട്ട കർമ്മങ്ങളാണ് അത് മുഖേന പിന്നെ ജീവിതത്തിൽ ഉണ്ടാവുക. ഹലാലും ഹറാമൊന്നും നോക്കാതെ ജീവിച്ചു പോന്നാൽ ഹൃദയം ചത്തുപോകുമെന്ന് പറഞ്ഞാൽ പിന്നീട് അത് മുഖേന ഉണ്ടാകുന്ന, അവനിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹീങ്ങളുടെ അമലുകളുമായി പൊരുത്തപ്പെടാത്തതായിരിക്കുമെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മഹാൻ ഒരു വലിയനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു. വലിയാണെന്ന് പറയപ്പെടുന്ന ഒരു നല്ല മനുഷ്യനെ ഒന്ന് കാണാലോ, സിയാറത്ത് ചെയ്യാലോ എന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കാണുന്നത് റഅ ശാബൻ ഖാരിജൻ മിൻഹു അലൈഹി സീമൽ മുതകബ്ബിരീൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അഹംഭാവത്തോടു കൂടിയാണ് അയാളുടെ വരവ്. കാണുമ്പോ തന്നെ ആ അടയാളം ഈ യുവാവിൽ പ്രകടമാകുന്നുണ്ട്. സലാം ചൊല്ലിയപ്പോഴോ സലാം അടക്കുന്നുമില്ല. അങ്ങനെ ഈ കാണാൻ ചെന്ന ആൾക്ക് വല്ലാത്ത അത്ഭുതം.
ഇതെന്താ പടച്ചോനെ, ഞാൻ ഒരു വലിയനെ കാണാനല്ല വന്നത്, ഈ വലിയന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ വരുന്നുണ്ടല്ലോ, ഇയാളാണെങ്കിൽ സലാം മടക്കുന്നില്ല. ഞാൻ അവിടെയുള്ള ആരോടോ ചോദിച്ചു, ആരായിരുന്നു ആ വന്നത്? ഇന്നഹു ഇബ്നു ഷേഖ്, അത് നമ്മളെ ഷേഖിന്റെ മോനാണെന്ന് പറഞ്ഞു. ഞാൻ കാണാൻ ഉദ്ദേശിച്ച ആ വലിയന്റെ മകനാണ് ഈ വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് അഹംഭാവത്തോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ ഞാനൊന്ന് സലാം പറഞ്ഞിട്ട് പോലും മടക്കാതെ ഇറങ്ങി വന്നത് ആ മോനാണ്. എന്നാൽ ആ വന്ന വലിയനെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ വലിയ വന്നപ്പോ വലിയനെ ശ്രദ്ധിച്ചു. വലിയനെ ശ്രദ്ധിച്ചപ്പോഴോ അദ്ദേഹം വളരെ വിനയാന്വിതനാണ്, എന്നെ സ്വീകരിക്കാൻ ഉഷാറാണ്, വളരെ വിനയത്തോടെ സ്വീകരിച്ചു, വളരെ നല്ല സ്വഭാവം. അപ്പൊ എനിക്ക് വല്ലാത്ത അത്ഭുതം. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, പടച്ചോനെ, ഇത്രയും നല്ലൊരു മനുഷ്യന് ഇങ്ങനെയുള്ളൊരു മകൻ എങ്ങനെ ഉണ്ടായത്? മക്കളൊക്കെ ആകുകയാണെങ്കിൽ വാപ്പ നന്നായാൽ ബാപ്പാനെ പോലെ മക്കളും നന്നാവില്ല വേണ്ടത്. ഞാനിത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഏതായാലും ഈ മഹാനോട് ചോദിക്കന്നെ, എന്താ നിങ്ങളെ മകന്റെ സ്വഭാവം വളരെ മോശമായി പോയല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിനോട് എന്നെ ചോദിച്ചു, എന്താ മകൻ ഇത്രയും മോശമാകാൻ കാരണം? സ്വഭാവം മോശമാണല്ലോ. അപ്പോൾ ആ വലിയ തന്നെ വിശദീകരിക്കുകയാണ്, ആ മഹാന് ഷെയ്ഖ് വിശദീകരിക്കുന്നില്ല, താജം, അതിൽ അത്ഭുതപ്പെടണ്ട. കാരണം ഞാൻ ദിവസങ്ങളോളം വിശപ്പ് സഹിച്ചു. ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുന്ന സമയത്ത് ആരോ എന്റെ അയൽവാസിയോട് പോയി വിവരം പറഞ്ഞു, നിങ്ങൾ അയൽവക്കത്തുള്ള നല്ല മനുഷ്യൻ, അദ്ദേഹം വിശന്ന് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ നടക്കുകയാണ്. അപ്പോൾ അയൽവാസി എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. വേറൊന്നോ കിട്ടിയ വിവരം അനുസരിച്ചാണ് എനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഭക്ഷണം മിൻ ബൈത്തി സുൽത്താൻ, ഭരണാധികാരിയുടെ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു. അയാൾ അവിടുത്തെ ഒരു പ്രത്യേകക്കാരിൽ പെട്ടതാണ്. അപ്പൊ അന്നത്തെ ആ ഭരണാധികാരിയുടെ ഉന്നതന്മാരിൽപ്പെട്ട ഒരാളാണ് എനിക്ക് ഈ ഭക്ഷണം കൊണ്ടുവന്നത്. ഞാൻ അന്ന് ആ ഭക്ഷണം കഴിച്ചപ്പോൾ ശാരീരികമായി ബന്ധപ്പെടാൻ, ഭാര്യയുമായി ബന്ധപ്പെടാനുള്ള വികാരം എനിക്ക് വർദ്ധിച്ചു. അന്ന് ഞാൻ ആ കഴിച്ച ഭക്ഷണത്തില്, ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബന്ധപ്പെട്ട അതിലുണ്ടായതാണ് ഈ മകൻ. അത് അങ്ങനെ ആയത് എന്ന് ഈ മഹാന് വിശദീകരിക്കുകയാണ്. വലിയൊരു പാഠം നമുക്കിതിലുണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയുണ്ടോ ആ ആഹാരം നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ പോലും സ്വാധീനിക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂക്ഷ്മത ജീവിതത്തിൽ മുറുകെ പിടിക്കുക. സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം മക്കയിൽ ഒരു കടക്കാരന്റെ അരികിൽ തന്റെ ബക്കറ്റ് വെച്ചു. അങ്ങനെ ആ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കടക്കാരൻ 2 ബക്കറ്റ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ ഒരു ബക്കറ്റേ വെച്ചിട്ടുള്ളൂ. കടക്കാരൻ 2 ബക്കറ്റ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുദ് അയ്യഹുമാ ലക, ഇത് രണ്ടിൽ നിന്ന് ഏതാണോ നിങ്ങളത് അത് നിങ്ങൾ എടുത്തോളൂ. ബക്കറ്റും കാണിച്ചു കൊടുത്തപ്പോ മഹാൻ ഇഷ്കാലായി. എന്റെ ബക്കറ്റ് ഏതാണ്? ഇഷ്കാലായി.
സംശയമായപ്പോൾ കടക്കാരിങ്ങനെ നോക്കിയിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞാ നിങ്ങളുടെ ബക്കറ്റ് ഇതാണ് കേട്ടോന്ന്. ഞാന് യഥാർത്ഥത്തിൽ അത് ആദ്യം പറയാതിരുന്നത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ആദ്യം നിങ്ങളെ ബക്കറ്റ് ഏതാന്ന് എനിക്കറിയാം, പക്ഷെ 2 നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഞാൻ തന്നതാണ്. മഹാനവറുകൾക്ക് കൺഫ്യൂഷൻ ആയതിന്റെ ശേഷം ഇദ്ദേഹം കടക്കാരൻ പറഞ്ഞല്ല നിങ്ങളെ ബക്കറ്റ് ഇത് തന്നെയാണ്, ഞാൻ നിങ്ങളൊന്ന് പരിശോധിച്ചതാണ്, ചെക്ക് ചെയ്തതാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു ലാ ആഖുദുഹു, ഇനി എനിക്ക് ആ ബക്കറ്റ് വേണ്ട, ഞാനത് എടുക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. കാരണം സംശയമുള്ളത് എടുക്കണ്ടെന്ന് കരുതി. സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസായ മർഫൂആയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റകഅതാനി മിൻ റജുലിൻ വറഇൻ, സൂക്ഷ്മതയോട് ജീവിക്കുന്ന അയാളിൽ നിന്ന് 2 റക്അത്ത് അഫ്ളലു മിൻ അൽഫ് റക്അത്തിൻ മിൻ മുഹല്ലത്തിൻ, ഹലാലും ഹറാമും കൂടി കൂട്ടിക്കലർത്തി ജീവിക്കുന്ന വ്യക്തി 1000 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ അഫ്ളല് സൂക്ഷ്മതയോടെ ജീവിതം പുലർത്തുന്ന ഒരാളുടെ 2 റക്അത്താണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എപ്പോഴും സൂക്ഷ്മത മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് നല്ല സ്നേഹിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. ഭരണാധികാരം ഏറ്റെടുത്തതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയാണ് ഭാര്യനെ ത്വലാഖ് ചൊല്ലാൻ. മഹാനവറുകൾ ത്വലാഖ് ചൊല്ലാനുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. മഹാനവറുകൾക്ക് ആ ഭാര്യയോട് ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം ആ ഇഷ്ടം വെച്ചുകൊണ്ട് എന്നോട് വല്ലതും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, ആവശ്യമില്ലാത്തൊരു കാര്യം റെക്കമെൻഡ് ചെയ്ത് ഞാൻ ആ ഭാര്യയ്ക്ക് വഴിപ്പെടേണ്ടി വരികയും അവരുടെ തൃപ്തി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നത്. അപ്പൊ ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടി തന്റെ ഇഷ്ടം അവഗണിക്കുക, അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു നിയമം ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക, സംശയമുള്ളത് മാറ്റിവെച്ച് സംശയമില്ലാത്ത ഉറപ്പുള്ളത് മുറുകെ പിടിക്കുക എന്ന ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വരേണ്ടി വരും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ പരീക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നേരത്തെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കഥ പറഞ്ഞല്ലോ. പള്ളിയിൽ പോയാൽ പലപ്പോഴും ചെരുപ്പ് പോകാറുണ്ട്. എന്റെ ചെരുപ്പ് ഞാനവിടെ വെച്ച സ്ഥലത്തുനിന്ന് കാണുന്നില്ല. ഇതുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഒരുപക്ഷെ ആരോ ടോയ്ലറ്റ് പോയി അവരത് കൊണ്ടുപോയി, അതങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ മാറിപ്പോയതായിരിക്കാം. എന്റെ ചെരുപ്പിന് പകരം അവിടെ വേറെ ചെരുപ്പുണ്ട്.
എന്റെ ചെരുപ്പിനോട് സാമ്യമായ ചെരുപ്പ് തന്നെയാണ്, പക്ഷെ എനിക്കറിയാതല്ല എന്ന് ഉറപ്പാ, എടുക്കണ്ട. ഇത് മക്കയിലും മദീനയിലൊക്കെ പോയാൽ കുറച്ച് കൂടുതലാണ്. നമ്മള് 4 റിയാലിന് വാങ്ങിയ ചെരുപ്പ്, അതുപോലത്തെ ചെരുപ്പ് വേറെ അവിടെ ഉണ്ടാവും. നമ്മളെ ചെരുപ്പ് കാണുന്നില്ല. ഉംറയൊക്കെ കഴിഞ്ഞ് സഴിയും തവാഫൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ല. നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. വിശുദ്ധ ഹറമൈനിയിൽ മക്കയിൽ ഒരു പുണ്യം ചെയ്താൽ 1,00,000 പ്രതിഫലം ഉണ്ടാവും. 1,00,000 പ്രതിഫലം ഉണ്ടാവും. എന്നാൽ അത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തിന്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോ നമ്മളത് വളരെ സൂക്ഷിക്കുക. നമ്മുടേത് നമ്മൾ സൂക്ഷിക്കുക. അത് പല കവറിലോ മറ്റോ ഇട്ട് നജസ് വൃത്തിയാവാത്ത പള്ളിയിലാകാത്ത രൂപത്തിൽ സൂക്ഷ്മതയോടെ അവിടെ നിശ്ചയിച്ച പ്രത്യേക ബോക്സിലോ മറ്റോ എടുത്തു വച്ചാൽ പരമാവധി നമ്മൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഇതൊക്കെ പേടിച്ച് ഇതും കഴുത്തിൽ തൂക്കി തവാഫ് ചെയ്യുന്നവരുണ്ട്. അത് അവരുടെ കാര്യം മഹാകഷ്ടം. കാരണം ചെരുപ്പിന് വേണ്ടിയിട്ട് തവാഫ് ചെയ്യുന്നത് പോലെ നജസിലും മറ്റൊക്കെ ചവിട്ടിയതായ ഈ ചെരുപ്പ് ആ 2 രൂപയുടെ അല്ലെങ്കിൽ 4 ദിർഹംസിന്റെ ചെരുപ്പ് ഒഴിവാക്കിയിട്ട് ചെരുപ്പിന് വേണ്ടി കുറെ കഷ്ടപ്പാടും അധ്വാനവും സഹിച്ച് നാം ചെയ്യുന്ന ആ പുണ്യഭൂമിയിൽ ചെയ്യുന്ന ആ ഇബാദത്ത് അത് നഷ്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രിയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദമായ പഠനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം മുറുകെ പിടിക്കുക. ബാക്കി അടുത്ത ഹദീസ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംരംഭം കാരണം, ഈ മജ്ലിസ് കാരണം എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ ദോഷങ്ങളെ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മളെ വന്യരായ ഗുരുവൈദ്യന്മാർ, അവരോടുകൂടെ സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗീയ പൂങ്കാവനത്തിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽപ്പെടുത്തി ദീനിന്റെ ഹാദിമ്യങ്ങളിൽപ്പെടുത്തി ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി ആരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ ഭാഗത്തുനിന്ന് ആരൊക്കെ നിയന്ത്രിക്കുന്നുണ്ടോ, അഡ്മിന്മാർ, ഇതിന്റെ പ്രവർത്തകർ, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.